എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തതിൽ ചെങ്കൽ മണ്ണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്നു. ഓപ്ഷൻ ബി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ സി, ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണ്. ഓപ്ഷൻ ഡി, നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യം. ആൻസർ ഓപ്ഷൻ എ, മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്നു. നമുക്ക് ചെങ്കൽ മണ്ണിനെ കുറിച്ച് പറയാം. ഈ ചെങ്കൽ മണ്ണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലാട്രൈറ്റ് മണ്ണ്. ചെങ്കൽ മണ്ണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലാട്രൈറ്റ് മണ്ണ്. ഈ ലാട്രൈറ്റ് മണ്ണിന് ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ലാട്രൈറ്റ് മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ഉയർന്ന മഴയും വേണം, ഊഷ്മാവും വേണം. ഈ ലാട്രൈറ്റ് മണ്ണിൽ ഇരുമ്പിന്റെ അംശം ധാരാളമുണ്ട്. ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതും എന്നാൽ നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിന് എന്ന് വെച്ചാൽ ചെങ്കൽ മണ്ണാണ്. അപ്പൊ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതും നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിന് എന്ന് വെച്ചാൽ ചെങ്കൽ മണ്ണാണ്. തേയില, കാപ്പി, റബ്ബർ, കശുവണ്ടി, തെങ്ങ്, മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ്. ഏതൊക്കെയാണ്? തേയില കൃഷിക്കും, കാപ്പിക്കും, റബ്ബറിനും, കശുവണ്ടിക്കും, തെങ്ങ്, മരച്ചീനി ഈ കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണ് എന്ന് വെച്ചാൽ ചെങ്കൽ മണ്ണാണ്. അപ്പൊ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണ് ഏത്? ലാട്രൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. ഏതൊക്കെ കൃഷിക്കാണ്? തേയിലയ്ക്കും, കാപ്പിക്കും, റബ്ബറിനും, കശുവണ്ടി, തെങ്ങ്, മരച്ചീനി എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ മണ്ണ് ഏതാണ്? ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് മണ്ണ്. ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതും എന്നാൽ നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിനും ഏതാണ്? ചെങ്കൽ മണ്ണ്. അപ്പൊ ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതും നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിനും ഏതാണ്? ചെങ്കൽ മണ്ണ്. ഓപ്ഷൻ ബി നോക്കിയേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് എക്കൽ മണ്ണാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. മൂന്നാമത്തത് പറയുന്നത് ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നു. ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് പർവ്വത മണ്ണാണ്. ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ്. ഡി ഓപ്ഷൻ എന്താ പറയുന്നത്? നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യം. നെല്ലിന്റെയും ഗോതമ്പിന്റെയും കരിമ്പിന്റെയും ധാന്യവിളകൾക്കൊക്കെ ആവശ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. അപ്പൊ നെല്ലിനും ഗോതമ്പിനും കരിമ്പിനും ധാന്യവിളകൾക്കൊക്കെ അനുയോജ്യമായ മണ്ണ് ഏതെന്ന് വെച്ചാൽ എക്കൽ മണ്ണാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൽ എന്തൊക്കെ കൃഷിയുണ്ട്? നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, കരിമ്പുണ്ട്, ധാന്യവിളകളുണ്ട്. ഇനി ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് പർവ്വത മണ്ണാണ്. അപ്പൊ ജൈവാംശം കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് കാൽബൈശാഖി? ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് കാൽബൈശാഖി? ഓപ്ഷൻ എ, പഞ്ചാബ്. ഓപ്ഷൻ ബി, കേരളം, കർണാടക. ഓപ്ഷൻ സി, ബംഗാള്. ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താ? ബംഗാളിൽ വീശുന്നതാണ്. അപ്പം നമ്മുടെ കാൽബൈശാഖി വീശുന്ന എവിടെയാണ്? ബംഗാളിലാണ്. അപ്പൊ എന്താ കാൽബൈശാഖി എന്ന് പറയാം? കാൽബൈശാഖി എന്നാൽ വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്നു. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്നതാണ് കാൽബൈശാഖി. കാൽബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്ററുകൾ. അപ്പം കാൽബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നോർവെസ്റ്ററുകൾ. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ അല്ലെങ്കിൽ കാൽബൈശാഖി. അപ്പൊ ബംഗാളിൽ മാത്രമല്ല അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. ഈ നോർവെസ്റ്റർ അല്ലെങ്കിൽ ഈ കാൽബൈശാഖി തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായിട്ടുള്ള കാറ്റാണ്. ഏതിനൊക്കെയാണ്? തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായ കാറ്റോട് കൂടിയ മഴയാണ് കാൽബൈശാഖി അല്ലെങ്കിൽ നോർവെസ്റ്ററുകൾ. അപ്പൊ ഒന്നും കൂടെ പറയാം, കാൽബൈശാഖി എന്നാൽ എന്താണ്? വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. കാൽബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്ററുകൾ. തേയില, ചണം, നെല്ല് എന്നീ വിളകൾക്ക് അനുയോജ്യമാണ് കാൽബൈശാഖി. തേയില,
ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമാണ് എന്ത് നമ്മുടെ കാൽബൈശാഖി അല്ലെങ്കിൽ നോർവെസ്റ്ററുകൾ. എന്നാൽ കേരളത്തിലും കർണാടകയിലും ഒക്കെ വീശുന്ന വേനൽ മഴക്കാറ്റ് ഏതാണ്? അത് മാംഗോ ഷവറാണ്. അപ്പൊ കേരളത്തിലും കർണാടകയിലും ഒക്കെ വീശുന്ന വേനൽ മഴക്കാറ്റുകളാണ് മാംഗോ ഷവർ. ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. അതായത് പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ വീശുന്ന കാറ്റാണ് ലൂ. അപ്പൊ ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. പഞ്ചാബിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ ഉള്ളത് ഏതാണ്? ലൂ ആണ്. പഞ്ചാബ്, രാജസ്ഥാൻ, കിഴക്കൻ രാജസ്ഥാനാണ്. ഹരിയാന ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് ഏതാണ്? ലൂ ആണ്. അടുത്ത ക്വസ്റ്റിനെ താഴെ തന്നിരിക്കുന്ന നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളിലും തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ചലം വെരിനാഗ് നീരുറവ, 2 ചിനാബ് റോക്താങ് ചുരം, 3 ബിയാസ് ബാരാലാച്ല ചുരം, 4 സത്ലജ് മാനസ സരോവർ തടാകം. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 3ഉം 4ഉം, ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഇതിൽ തെറ്റായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ബി എന്താണ്? 2ഉം 3ഉമാണ്. 2ഉം 3ഉം തെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിനാബ് നദി ഉത്ഭവിക്കുന്ന റോക്താങ് ചുരത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ചിനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലാച്ല ചുരത്തിൽ നിന്നാണ്. ചിനാബ് നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബാരാലാച്ല ചുരത്തിൽ നിന്നാണ്. ബിയാസ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? റോക്താങ് ചുരത്തിലാണ്. അപ്പൊ തിരിച്ചു മറിച്ചുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബിയാസ് ആണ് ഉത്ഭവിക്കുന്നത് റോക്താങ് ചുരത്തിൽ നിന്ന്. ചിനാബ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബാരാലാച്ല ചുരത്തിൽ നിന്നാണ്. നമുക്ക് അവിടെ നോക്കാം. ചലം നദിയെ കുറിച്ച് പറയുമ്പോൾ ചലം നദിയുടെ ഉത്ഭവസ്ഥാനം വെരിനാഗ് നീരുറവയാണ്. അപ്പം ചലം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? വെരിനാഗ് നീരുറവ. പ്രാചീന കാലത്ത് നമ്മുടെ ചലം നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്നാണ്. പ്രാചീന കാലത്ത് ചലം നദി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? വിദാസ്ത. ചലം നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണ്? ശ്രീനഗർ. അപ്പൊ ചലം നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ശ്രീനഗർ. ഉറി ജലവൈദ്യുത പദ്ധതി ചലം നദിയിലാണ്. ഉറി ജലവൈദ്യുത പദ്ധതി ചലം നദിയിലാണ്. അപ്പൊ ചലം നദിയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഉത്ഭവസ്ഥാനം വെരിനാഗ് നീരുറവ. പ്രാചീന കാലത്ത് വിദാസ്ത എന്നറിയപ്പെട്ടിരുന്നു ചലം. പ്രാചീന കാലത്ത് ചലം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? വിദാസ്ത. ചലം നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ശ്രീനഗർ. ചലം നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണ്? ശ്രീനഗർ. ചലം നദിയിലാണ് ഉറി ജലവൈദ്യുത പദ്ധതി. ഉറി ജലവൈദ്യുത പദ്ധതി നിലവിലുള്ള നദി ഏതാണെന്ന് വെച്ചാൽ ചലം നദിയാണ്. രണ്ടാമത്തെ നോക്കാം. ചിനാബ്. ചിനാബ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബാരാലാച്ല ചുരത്തിൽ നിന്നാണ്. അപ്പൊ ചിനാബ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബാരാലാച്ല ചുരം. പ്രാചീന കാലത്ത് അസ്കിനി എന്നറിയപ്പെട്ടിരുന്ന ചിനാബാണ്. പ്രാചീന കാലത്ത് അസ്കിനി എന്നറിയപ്പെട്ടിരുന്നത് ചിനാബാണ്. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയും ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതിയും ചിനാബിലാണ്. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയും ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതിയും ചിനാബിലാണ്. അതുപോലെ തന്നെ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. അപ്പൊ ചിനാബ് ഉത്ഭവിക്കുന്നത് ബാരാലാച്ല ചുരത്തിൽ നിന്നാണ്. പ്രാചീന കാലത്ത് അസ്കിനി എന്നറിയപ്പെട്ടിരുന്നത് ചിനാബാണ്. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയും ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതിയും ചിനാബ് നദിയിലാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയാസ്. ബിയാസിന്റെ ഉത്ഭവസ്ഥാനം റോക്താങ് ചുരമാണ്. അപ്പൊ റോക്താങ് ചുരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ്. ബിയാസ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിപാസ എന്നാണ്. ബിയാസ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിപാസ എന്നാണ്. അതുപോലെ തന്നെ സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. അപ്പൊ റോക്താങ് ചുരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത് ബിയാസ് ആണ്. വിപാസ എന്നറിയപ്പെടുന്നത് ബിയാസ് ആണ്. സിന്ധുവിന്റെ ചെറിയ പോഷക നദി ഏതെന്ന് വെച്ചാലും ബിയാസ് ആണ്. നാലാമത് പറഞ്ഞിരിക്കുന്നത് സത്ലജ്. അപ്പൊ സത്ലജ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മാനസ സരോവറിൽ നിന്നാണ്. അപ്പൊ സത്ലജ് ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ്. സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. പ്രാചീന കാലത്ത് ശതദ്രു എന്നറിയപ്പെട്ടിരുന്നത് സത്ലജിനെയാണ്. അപ്പൊ പ്രാചീന കാലത്ത് ശതദ്രു എന്നറിയപ്പെട്ടിരുന്നത് സത്ലജാണ്. സത്ലജിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട്. അപ്പൊ ഫക്രാനങ്കൽ അണക്കെട്ട് നിലവിലുള്ളത് എവിടെയാണ്? സത്ലജിലാണ്. ഫക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം. ചലം നദിയുടെ ഉത്ഭവസ്ഥാനം വെരിനാഗ് നീരുറവ, ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം ബാരാലാച്ല ചുരം, ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം റോക്താങ് ചുരം, സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ.
വിദാസ്ത എന്നറിയപ്പെട്ടിരുന്നത് ചലം, അസ്കിനി എന്നറിയപ്പെട്ടിരുന്നത് ചിനാബ്, വിഭാസ എന്നറിയപ്പെട്ടിരുന്നത് ബിയാസ്, ശതദ്രു എന്നറിയപ്പെട്ടിരുന്നത് സത്ലജ്. സിന്ധുവിന്റെ വലിയ പോഷക നദി ചിനാബ്, ചെറിയ പോഷക നദി ബിയാസ്. സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദി സത്ലജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോദാവരി നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തവ. ഗോദാവരി നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തവ. എ പെൻഗംഗ കൊയ്ന, ബി പെൻഗംഗ ഇന്ദ്രാവതി, സി ഇന്ദ്രാവതി മഞ്ചീര, ഡി വാർധ ഇന്ദ്രാവതി. ഏതാണ് ഗോദാവരി നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തവ? ആൻസർ ഓപ്ഷൻ എ ആണ്. പെൻഗംഗ കൊയ്ന എന്ന ഓപ്ഷനാണ് ഇവിടെ ഉൾപ്പെടാത്തവ. ഈ കൊയ്ന എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കൊയ്ന എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. നമുക്ക് ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഒന്ന് പൂർണ്ണ. പൂർണ്ണ ഗോദാവരിയുടെ പോഷക നദിയാണ്. പൂർണ്ണ, ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര, പ്രാണഹിത. അപ്പൊ ഏതൊക്കെയാണ് ഗോദാവരിയുടെ പോഷക നദികൾ? പൂർണ്ണ, ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര, പ്രാണഹിത. പൂർണ്ണ, ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര, പ്രാണഹിത എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. കൊയ്ന എന്തിന്റെ പോഷക നദിയാണ്? കൊയ്ന കൃഷ്ണയുടെ പോഷക നദിയാണ് കൊയ്ന. അപ്പൊ കൊയ്ന കൃഷ്ണയുടെ പോഷക നദിയാണ്. ഇനി ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്, ത്രയംബകേശ്വർ, രാജമുദ്രി, ഭദ്രാചലം. ഏതൊക്കെയാണ്? ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് നാസിക്. അപ്പൊ നാസിക് ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണെന്ന് വെച്ചാൽ ഏതാണ്? ഗോദാവരി. നിസാമാബാദ് ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണമാണ്. ത്രയംബകേശ്വർ, രാജമുദ്രി, ഭദ്രാചലം. രാജമുദ്രിയും ഭദ്രാചലം ഒക്കെ ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണമാണ്. ഇനി പറയട്ടെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് വെച്ചാൽ അത് ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാലും ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്ന് വെച്ചാലും ഏതാണ്? ഗോദാവരിയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാലും ഗോദാവരിയാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഗോദാവരി. ഗോദാവരി അറിയപ്പെട്ടിരുന്ന വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യനെ, സംസ്ഥാനങ്ങളും അവയുടെ പേരിന്റെ അർത്ഥത്തിലും തെറ്റായവ. എ കർണാടക ഉയർന്ന പ്രദേശം, ബി സിക്കിമു പുതിയ കൊട്ടാരം, സി അരുണാചൽ പ്രദേശ് തുല്യമല്ലാത്തത്, ഡി ഛത്തീസ്ഗഡ് 36 കോട്ടകൾ. ഇവയിൽ തെറ്റായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അരുണാചൽ പ്രദേശ് തുല്യമല്ലാത്തത് എന്നത് തെറ്റാണ്. ഈ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന മലകളുടെ നാട് എന്നാണ് അരുണാചൽ പ്രദേശ് എന്ന വാക്കിനർത്ഥം. ചുവന്ന മലകളുടെ നാട് എന്നാണ് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. പ്രഭാത കിരണങ്ങളുടെ നാട് അരുണാചൽ പ്രദേശ്, ഉദയസൂര്യന്റെ നാട് അരുണാചൽ പ്രദേശ്, ഓർക്കിഡ് സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഒന്നും കൂടെ പറയാം, സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമല്ലേ അരുണാചൽ പ്രദേശ്? അപ്പൊ സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാട് അരുണാചൽ പ്രദേശ്, ഉദയസൂര്യന്റെ നാട് അരുണാചൽ പ്രദേശ്, ഓർക്കിഡ് സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ചുവന്ന മലകളുടെ നാടെന്നാണ് അരുണാചൽ പ്രദേശ് എന്ന വാക്കിന്റെ അർത്ഥം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള സംസ്ഥാനം ഏതാണ്? അത് അരുണാചൽ പ്രദേശാണ്.
വനവിസ്തൃതിയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. വനവിസ്തൃതിയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നതും അരുണാചൽ പ്രദേശിലാണ്. ഏറ്റവും അധികം പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നതും അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ കർണാടക എന്ന വാക്കിനർത്ഥം ഉയർന്ന പ്രദേശം, സിക്കിം ആണെങ്കിൽ പുതിയ കൊട്ടാരം, അരുണാചൽ പ്രദേശ് ആണെങ്കിൽ ചുവന്ന മലകളുടെ നാട്, ഛത്തീസ്ഗഡ് ആണെങ്കിൽ 36 കോട്ടകൾ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമല്ലേ അരുണാചൽ പ്രദേശ്? സൂര്യകിരണം ആദ്യം പതിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. പ്രഭാത കിരണങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യന്റെ നാട് അരുണാചൽ പ്രദേശ്. ഓർക്കിഡ് സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നതും അരുണാചൽ പ്രദേശിലാണ്. വനവിസ്തൃതിയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? അരുണാചൽ പ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാൽവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിൽ ഏറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. അപ്പൊ മാൽവ പീഠഭൂമിയെ കുറിച്ച് നോക്കാം. മാൽവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിൽ ഏറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പൊ മാൽവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിൽ ഏറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൽവ പീഠഭൂമി. അപ്പൊ മാൽവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് 2 മലനിരകൾക്കിടയിലാണ്. ഏതൊക്കെയാണ് ആ മലനിരകൾ? വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയിലാണ് മാൽവ പീഠഭൂമി. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൽവ പീഠഭൂമിയുടെ ഭാഗമാണ്. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൽവ പീഠഭൂമിയുടെ ഭാഗമാണ്. അതായത് മാൽവ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ മധ്യമേടുകളുടെ ഏത് പ്രദേശത്താണ് മാൽവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ പ്രദേശത്താണ്. അതായത് ഈ മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൽവ പീഠഭൂമിയിലാണ്. ഈ മധ്യമേടുകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മാൽവ പീഠഭൂമി. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മാൽവ പീഠഭൂമി. മാൽവ പീഠഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് മധ്യപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ബ്രഹ്മപുത്ര, ഓപ്ഷൻ ബി സിന്ധു, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി ഗോദാവരി. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതെന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മപുത്രയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 2900 കിലോമീറ്റർ ആണ്. അപ്പൊ 2900 കിലോമീറ്റർ നീളമാണ് നമ്മുടെ ബ്രഹ്മപുത്രയ്ക്കുള്ളത്. എന്നാൽ ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എന്ന് ചോദിച്ചാൽ അത് 916 കിലോമീറ്റർ ആണ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ ആകെ നീളം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് 2900 കിലോമീറ്റർ ആണ്. എന്നാൽ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നതാണെങ്കിൽ 916 കിലോമീറ്റർ ആണ്. ഈ ബ്രഹ്മപുത്ര എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ്. ബ്രഹ്മപുത്ര എന്ന വാക്കിനർത്ഥം എന്താണ്? ബ്രഹ്മാവിന്റെ പുത്രൻ. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദി ഏതെന്ന് വെച്ചാൽ ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ബ്രഹ്മപുത്രയാണ്. അപ്പൊ ഏറ്റവും ആഴമുള്ള ഹിമാലയൻ നദി ഏതാണ്? അത് ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും ഏത് തന്നെയാണ്? ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി എന്നറിയപ്പെട്ടിരുന്നത് ബ്രഹ്മപുത്രയാണ്. അപ്പൊ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്നതാണ് ബ്രഹ്മപുത്ര. അപ്പൊ ബ്രഹ്മപുത്ര പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ലൗഹിത്യ എന്നാണ്. നമുക്കറിയാം മാനസ സരോവർ തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചെമയുങ്ദുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്ര. അപ്പൊ ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മാനസ സരോവർ തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചെമയുങ്ദുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്ര. അപ്പൊ 2900 കിലോമീറ്റർ ആണ് ആകെ നീളം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 916 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവിന്റെ പുത്രൻ. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദി ഏതെന്ന് വെച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത്.
എന്നറിയപ്പെടുന്നത്, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയാണ്. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. പണ്ട് കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദി എന്ന് വെച്ചാൽ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെട്ടിരുന്നത് ജമുന എന്ന. അപ്പം ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ്? ജമുന. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. അപ്പം ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നും ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നുമാണ്. സാങ്പോ എന്ന വാക്കിനർത്ഥം ശുദ്ധീകരിക്കുന്ന എന്നാണ്. സാങ്പോ എന്ന വാക്കിനർത്ഥം ശുദ്ധീകരിക്കുന്ന എന്നാണ്. ഇനി ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ദിഹാങ്. അപ്പം ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന, ടിബറ്റില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ, അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദിഹാങ് എന്നാണ്. പിന്നെ പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ലൗഹിത്യ എന്നാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ സുബൻസിരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഭൂട്ടാൻ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമാണ്. ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്